റഷ്യയിൽ നിന്നും കണക്കില്ലാതെ എണ്ണ വാങ്ങിക്കൂട്ടി ഇന്ത്യ. പശ്ചിമേഷ്യൻ യുദ്ധ പശ്ചാത്തലത്തിൽ ഇന്ധനക്ഷാമം ഇന്ത്യയെ സാരമായി തന്നെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ഇന്ത്യ ഇത്തരത്തിൽ ഒരു കണക്കുകൂട്ടലോടുകൂടി തന്നെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ കൂടുതലായി തന്നെ പ്രേരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ വാങ്ങിക്കൂട്ടിയതെന്ന വിലയിരുത്തലാണ് പുറത്തുവരുന്നത്. ഏപ്രിൽ മാസത്തെ വിതരണത്തിനായി ഏകദേശം 6 കോടി ബാരൽ റഷ്യൻ എണ്ണയാണ് ഇന്ത്യൻ റിഫൈനറികൾ വാങ്ങിക്കൂട്ടിയതെന്ന കണക്കാണ് ഇവിടെ വിവരിക്കുന്നത് അല്ലെങ്കിൽ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ വിതരണം അത് തടസ്സപ്പെട്ടത് ഇന്ത്യയെ വലിയ രീതിയിൽ, അതായത് റഷ്യൻ വിപണിയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതായി തന്നെയുള്ള ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ഫെബ്രുവരി മാസത്തെ അപേക്ഷിച്ചുകൊണ്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ ഇരട്ടിയിലധികം വർധനമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ റഷ്യയിൽ നിന്ന് വൻതോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതെന്നതാണ് മറ്റൊരു വിലയിരുത്തൽ. മാർച്ച് 12-ന് മുൻപേ തന്നെ കപ്പലുകൾ കയറ്റിയ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകിയ പ്രത്യേക ഇളവാണ് ഇന്ത്യക്ക് ഏറെ ഗുണകരമായിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതോടുകൂടി തന്നെ റഷ്യൻ എണ്ണ വാങ്ങുമ്പോൾ US ഉപരോധമോ അധിക നികുതിയോ ഇന്ത്യ നേരിടേണ്ടി വരത്തില്ല. അതേപോലെ ക്രൂഡ് വിലയേക്കാൾ, വലിയ രീതിയിലുള്ള ക്രൂഡ് വിലയേക്കാൾ $5 മുതൽ $15 വരെ അധിക തുക നൽകിയാണ് പുതിയ കരാറുകൾ ഉറപ്പിച്ചതെന്നതാണ് ശ്രദ്ധേയം. നേരത്തെ അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്നുകൊണ്ട് റഷ്യൻ എണ്ണ അവിടെ ഒഴിവാക്കിയിരുന്ന മംഗളൂർ റിഫൈനറി, ഹിന്ദുസ്ഥാൻ മിത്തൽ എനർജി തുടങ്ങിയ കമ്പനികൾ വീണ്ടും റഷ്യൻ വിപണിയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങിയതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇറാഖിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും വാങ്ങിയ എണ്ണ പേർഷ്യൻ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നതാണ് ആ ഒരു കമ്പനികളെ വീണ്ടും ഇത്തരത്തിൽ റഷ്യയിലേക്ക് തിരിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. റഷ്യയെ കൂടാതെ തന്നെ വിതരണ ശൃംഖല വൈവിധ്യവൽക്കരിക്കാൻ ഇന്ത്യ കൂടുതലായി തന്നെ ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി വെനസ്വേലയിൽ നിന്ന് ഏപ്രിൽ മാസത്തിൽ 8 ലക്ഷം ബാരൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ പദ്ധതിയിടുകയാണ്. സാധ്യമായ എല്ലാ സ്രോതസ്സുകളിൽ നിന്നും എണ്ണയും ഗ്യാസും ലഭ്യമാകാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. അതേസമയം വർദ്ധിച്ചു വരുന്ന ആവശ്യകതയും ഉയർന്ന എണ്ണ വിലയും കാരണം റഷ്യ വൻ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. യുക്രൈൻ അധിനിവേശത്തിന് ശേഷം റഷ്യ നേടുന്ന ഏറ്റവും ഉയർന്ന ലാഭമാണിത്. അതേസമയം ഇറാനുമായി സമാധാന ചർച്ചയ്ക്ക് അമേരിക്ക ശ്രമിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നെങ്കിൽ പോലും സമാധാനത്തിലുപരിയായി തന്നെ മറ്റൊരു കരയുദ്ധത്തിനുള്ള സന്നാഹത്തിനുള്ള പുറപ്പാടാണോ എന്നതിൽ ആശങ്ക ഉയരുകയാണ്. ഏകദേശം 7000 സൈനികരെ വിന്യസിപ്പിക്കാനുള്ള നീക്കമാണിപ്പോൾ അണിയറയിൽ നടക്കുന്നത്. ചർച്ചയൊക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും ആക്രമണം ഘടിപ്പിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് അമേരിക്ക ഇപ്പോൾ കൂടുതലായി തന്നെ ശ്രദ്ധ ചെലുത്തുന്നതും. നയതന്ത്ര ശ്രമങ്ങളുടെ മറവിൽ ആക്രമണത്തിനുള്ള സമയമെടുക്കുകയാണ്. ഇവിടെ US എന്ന ഇറാന്റെ വിമർശനം അത് ശരിവയ്ക്കുന്ന വിധത്തിലേക്കാണ് പുതിയ സൈനിക വിന്യാസം ഉയർന്നത്. ഇത് ഇറാനിൽ ഉടനീളം ആശങ്കകൾക്ക് കാരണമായേക്കുമെന്നാണ് സൂചന. 82ാം എയർബോൺ ഡിവിഷനിലെ 2000 സൈനികരാണ് പശ്ചിമേഷ്യയിൽ പുതുതായി തന്നെ എത്തുന്നത്. ലോകത്തെവിടെയും 18 മണിക്കൂറിനുള്ളിൽ വിന്യസിക്കാൻ ശേഷിയുള്ള 3000 സൈനികർ അടങ്ങുന്നതാണ് ഈ ഡിവിഷൻ. അതേപോലെ തന്നെ ഇമ്മീഡിയറ്റ് റെസ്പോണ്ടന്റ് ഫോഴ്സിൽ നിന്നുള്ള സൈനികരെയാണ് ഇത്തരത്തിൽ പശ്ചിമേഷ്യയിലേക്ക് അയക്കുന്നത്. ഡിവിഷൻ കമാൻഡർ മേജർ ജനറൽ ബ്രിഗേഡിയർ R. ടെക്മെന്റ് ആണ് ഈ ഒരു സംഘത്തിന് നേതൃത്വം നൽകുന്നത്. വരും ദിവസങ്ങളിൽ ഇതേ ബ്രിഗേഡിയിൽ നിന്ന് കൂടുതൽ സൈനികരെ അയക്കുമെന്ന് തന്നെയാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.